One night passed by, moonlight stars in your eyes. They were shining like none of them could be mine. 抹去尘埃，只因你还会在。ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇതിൽ ഞാൻ ഡേ 2ഉം ഡേ 3യും കൂടി കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡേ 1 ഞാൻ പാർട്ട് 1 ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനും കുക്കും കൂടി ഇരുന്ന് ഊഞ്ഞാലായിട്ടായിരുന്നു. കാരണം തലേ ദിവസം ഇതിലൊന്നും ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു, സീസോലായാലും ഊഞ്ഞാലായാലും. കാരണം ഫുൾ പൂള് കളിക്കലായിരുന്നു. കാരണം ഒന്നാമത് എത്തുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോർണിംഗ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല പുട്ടും ബീഫും ആയിരുന്നു കേട്ടോ ഫുഡ്. ബീഫ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു, പുട്ട് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജേർണലിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജേർണലൊക്കെ ചെയ്ത് വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ജേർണലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. അതൊക്കെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴും വേറെ ആരും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ജേർണലിൻ്റെ റൈറ്റിങ്സ് ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഞാൻ എഴുതി കൊടുത്തു. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എന്ത് ഡാമായിരുന്നു, ഒരു ഡാമിലേക്കായിരുന്നു. ബാണാസുര ഡാമിലേക്കായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സിബ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിബ് ലൈന് കയറാമെന്നൊക്കെ വിചാരിച്ചു തിരിച്ചിറങ്ങുമ്പം. പക്ഷേ വിശന്ന് കൊട്ടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സിബ് ലൈനിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. കാരണം വിശന്ന് കൊട്ടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഡാമിലെത്തിയപ്പോൾ അതിന് മാത്രമുള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്കാണെങ്കിൽ വയനാട്ടിൽ നിന്ന് എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് വെസ്റ്റേൺ ഗഡ്സ് കാണാമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളുടെ എവിടെ വെസ്റ്റേൺ ഗഡ്സ് ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ എന്തൊരു ഫോട്ടോ ബൂത്ത് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുക്കു ആണെങ്കിൽ അവിടെ ഊഞ്ഞാലൊക്കെ കണ്ടിട്ട് അവൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് പോവാമെന്നൊക്കെ പറഞ്ഞു. ആമിക്കാണെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ അവസാനം ഊഞ്ഞാലിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാൻ്റിയാണ് എനിക്ക് ഊഞ്ഞാലാട്ടി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയും കുക്കും കൂടി ആടി, പിന്നെ ഞാൻ ഒറ്റക്കാടി. എനിക്കിഷ്ടമായി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഹൈറ്റ് നിന്ന് ആടുമ്പോൾ ഭയങ്കര രസമായി എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ സ്കൈ കാണാനായിട്ട്. എന്ത് രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ അവസാനം പിന്നെ താഴോട്ട് നടന്നിറങ്ങി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഈ പ്രാവശ്യം ട്രിപ്പ് പോയ ടൈമിൽ ഫുഡൊന്നും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം 3 നേരം ഞങ്ങൾ ചോറ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് മീനായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കണ്ടത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വെസ്റ്റേൺ ഗഡ്സ് കാണാമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മീൻമുട്ടി പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് മീൻമുട്ടി പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് വേഗം പൂളിൽ ഇറങ്ങണമെന്നായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ നിന്ന് തിരിഞ്ഞ് കളിച്ച് വേഗം തന്നെ ഡ്രസ്സ് മാറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്നിട്ട് വേണം പൂളിൽ ഇറങ്ങാൻ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 4:30 ആ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞങ്ങളൊരു 8 മണി ആ ടൈം ആയപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ടാവും നൈറ്റ് ആകുമ്പോഴേക്ക്. പക്ഷേ ഡേ 1 ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം കയറുമ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ചെറുതുങ്ങൾ പിന്നെ നേരത്തെ കയറി, അവർക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിത് ഷവർമയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷവർമ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി വന്നതാണ്. എന്നിട്ട് ഞങ്ങൾ പിന്നെയും പൂളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട്. പിന്നെ അന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡേ 2 കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു ടോസ്റ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പൂൾ കളിക്കാനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ വീണ്ടും പൂൾ കളിച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ദിവസം ഫീൽ ചെയ്ത തണുപ്പായിരുന്നു കേട്ടോ അന്ന് ഫീൽ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ നേരെ കുറുവാ ദ്വീപിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ട്രാവൽ ഉള്ളതുകൊണ്ട് ഒരു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. ഞങ്ങളപ്പോൾ വേഗം തന്നെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എസ്പെഷ്യലി അവിടുത്തെ മീൻ മുളക് ഇട്ടത് എന്ത് ടേസ്റ്റ്. പക്ഷേ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സാമ്പാറായാലും ഒക്കെ അടിപൊളിയായിരുന്നു. മത്തിയായിരുന്നു കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഹോട്ടലിൽ നിന്ന് പിടിച്ചിരിക്കുന്നവർ അവിടെ പപ്പിയും പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വെറുതെ. അങ്ങനെ പിന്നെ കുറുവാ ദ്വീപിലെത്തിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല, ജസ്റ്റ് ബോട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതാ
ബോട്ടിൽ കയറി. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ മുതലുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഇതേപോലൊരു ഇത് ഇങ്ങനെ തുഴയുന്ന ഈ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊക്കു 2 എണ്ണമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് കുഞ്ഞേൻ്റെ തുഴഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ട എൻ്റെ റിയാക്ഷനാണത്. അതുപോലെ പിന്നെ അതാ പപ്പ തുഴയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കിക്കാണ് ഓരോരുത്തർ കഴിഞ്ഞാൽ തുഴയാൻ. അങ്ങനെ ഞാൻ തുഴയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുഴയാൻ. പക്ഷെ കുറേ നേരം നമുക്ക് തുഴയാൻ നല്ല ഇതുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആമി തുഴഞ്ഞ് ആൾക്കാർക്ക് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓൾക്ക് ഇഷ്ടമായിട്ട് അവൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വാങ്ങിയപ്പം അവൻ ചെറുതായിട്ട് കരഞ്ഞു ബണ്ടു. അതെൻ്റെ സങ്കടമാണ് ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ അവിടെ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ തുഴയലായി. അങ്ങനെ എല്ലാവരും ഇതാക്കലായി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ സൈഡിൽ കൂടെ പോകാനായിട്ട്. അപ്പം പറഞ്ഞു അവിടെയൊക്കെ മുതലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അത് കഴിഞ്ഞ് അവിടുത്തെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഇങ്ങനെ കടകളുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി ഇങ്ങനെ ജസ്റ്റ് നോക്കി. അതിൻ്റെ അകത്ത് ആ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചെറുതിന് നല്ല 100 റുപ്പീസ് ആട്ടോ വരുന്നത്. പിന്നെ ഞാൻ എടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി. പിന്നെ ഈ ഒരു വയനാട് നിന്നുള്ളൊരു മാഗ്നറ്റ് ഉണ്ടല്ലോ, ഈ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ പോലത്തെ, അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി. എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ കാർ എടുത്ത ടൈമിലാണ് ഞങ്ങൾ കാണുന്നത് കാറ് പഞ്ചറായിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ കാറ് പഞ്ചറായതുകൊണ്ട് ഇത് മാറ്റലായി ടാസ്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ട് ഉണ്ടായിരുന്നത് കൽപ്പറ്റയിലേക്കായിരുന്നു. അവിടെയും നല്ല ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ കൽപ്പറ്റയിൽ പോയിട്ട് ഞങ്ങൾ 1980 പോവാറുണ്ട്. എപ്പോഴും വയനാട് വന്നത് 1980 ഒരു നേരത്തെ ഫുഡെങ്കിലും അവിടെ നിന്നാക്കും. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ഈവനിങ്ങത്തെ ഇതായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ബീഫും എന്താ പഴംപൊരി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം എടുത്ത് എന്താ BR എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡായിരുന്നു. അതിൻ്റെ ഐസ്ക്രീം അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ആ സ്പൂണാണെങ്കിൽ ഇങ്ങനെ അറ്റാച്ച്ഡായി വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു വൈറ്റ് ഹൗസിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനതൊക്കെ എടുക്കാൻ പറഞ്ഞത് കാരണം അപ്പോഴത്തേക്കൊക്കെ നല്ല വിശന്നുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ഒരു ഫുൾ മന്തിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലേ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.